ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കുത്തബ് മീനാർ. കുത്തബ് മീനാറിൻ്റെ അവിടെ ഒരു വിക്രമാദിത്യനും വേതാളവും അച്ഛയും പ്രയാഗേ. ഈ പ്രയാഗയുടെ ചെരുവ് പൊട്ടിപ്പോയി ഇതേണ്ട്, അതുകൊണ്ട് തോളെ കയറിയേക്കുക. എടാ കാണില്ലടാ കുത്തബ് മീനാർ. വാവ്, വലിയ കുട്ടിയായോ? ആര് പറഞ്ഞു വലിയ കുട്ടിയായെന്ന്? ഇപ്പൊ എന്നെ മാത്രമേ കാണത്തുള്ളൂ. ആ യെസ്, ആണോ? വിമാനം? ആ വിമാനം വരുന്നുണ്ടല്ലേ. ഓക്കെ. വേറൊരു മുഗൾ വാസ്തുകല എന്ന് പറയാം. വാസ്തുകല എന്നല്ലേ പറയുന്നത്? അതെ, വാസ്തുകല. ഇത് ഭംഗിയാണ്. ഇങ്ങനെ സൈഡിലേക്ക് എടുത്താൽ ഫുള്ളായിട്ട് കാണാം. പിന്നെ അവിടെ ചുറ്റി വേറെ ഒരുപാട് മുഗൾ നിർമ്മിതികളുണ്ട്. പഴയ കാലത്തെ ഒരുപാട്. അവിടെ ഒരു മിനാരമായിട്ട് കാണുന്നുണ്ട്. അപ്പുറത്തേക്ക് വേറെ എന്തൊക്കെയോ കിലാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ്. അതിനുള്ളിലേക്കൊക്കെ പോവാം. അതിനുള്ളിലേക്കൊക്കെ കയറി പോകണം. അടുത്തേക്ക് ഫ്രണ്ടിലേക്ക് ചെല്ലാം. ഇവിടെ ഇങ്ങനെ ചുറ്റി ഏരിയ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും ജസ്റ്റ് സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറക്കത്തിൽ മിക്കവാറും കുത്തബ് മീനാറായിരിക്കും ലാസ്റ്റ്. ബാക്കി നാളെ കഴിഞ്ഞായിട്ട് കാണാം എന്നാണ് വിചാരിക്കുന്നത്. ചെരുപ്പില്ലാതെ എങ്ങനെ നടക്കും? അത് ഇറങ്ങുമ്പോൾ ഒരു ചെരുപ്പ് ഇടാം കേട്ടോ, വാങ്ങിക്കാം. അത് കൊണ്ടുവന്ന് തുടങ്ങിയല്ലേ എടാ. ഹൈ പറയണം. ഓ വലിയ ആളെ പോയി, ടീനേജറല്ലേ, അപ്പം അത്രയ്ക്കുള്ളൂ ഹൈ. ഇത് ഇങ്ങനെ ഓരോ നിർമ്മിതികളാണ്. പഴയ തൂണൊക്കെ കരിങ്കല്ലല്ലേ? അതെ, കരിങ്കല്ല. നല്ല കരിങ്കല്ല്. ഒരു കരിങ്കല്ലിൻ്റെ മുകളിൽ വേറൊരു സ്ക്വയർ കരിങ്കല്ല്, അതിൻ്റെ മുകളിൽ വേറെ നീളത്തിലുള്ള കരിങ്കല്ല്. അങ്ങനെ ഇത് കയറ്റി വെച്ചിരിക്കുന്നത്. ആ പിന്നെ അതിൻ്റെ മുകളിൽ കരിങ്കല്ലിൻ്റെ മുകളിൽ വേറെ എന്തോ വെട്ടുകല്ല് പോലെ എന്തോ വേറെ കല്ലൊക്കെ വെച്ചിട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ കോറിഡോർ പോലെ ഉണ്ട് കേട്ടോ. ഈ കോറിഡോറിൽ കൂടി കയറി നടക്കാവോ എന്ന് അറിയത്തില്ല. നടക്കാൻ തോന്നുന്നു. യെസ്, ഇതെന്തോ കോറിഡോറാണ്. ഇത് അച്ചയുടെ പുറത്ത് കയറി മോള് പോകുന്നു. ഈ കോറിഡോർ രണ്ട് സൈഡിലും കരിങ്കല്ലിൻ്റെ തൂണ്, മുകളിൽ മേൽക്കൂരയും കരിങ്കല്ലാണ്, താഴെ നമ്മൾ നടക്കുന്നതും കരിങ്കല്ലാണ്, 4 ചുറ്റും കരിങ്കല്ല്. അതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതിനകത്തേക്കുമൊക്കെ കരിങ്കല്ല്. ഇതൊരു ജനലാണ്. നല്ല രസമുണ്ട്. ജനൽ കണ്ടോ? അകത്തേക്ക് ലൈറ്റ് വരാൻ വേണ്ടി സ്റ്റാറ് പല പല ഷേപ്പിൽ ജാളി ജനലാണ്. അതൊക്കെ ഇവിടെ ഒരു ജാളി കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു ജാളിയുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങണം. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കാം. അലായി ദർവാസ. ഈ ജാലി പോലത്തെ വാതിലുകളും ജനലുകളും ആണെന്ന് തോന്നുന്നു. അലായി ദർവാസ. ഇത് ഹിന്ദിയാണോ? ആ അതെ, ഹിന്ദി തന്നെയാണ്. ഇവിടെ എഴുതി വെച്ചേക്കൊടുത്ത ചരിത്രമാണ്. अलाई गेट. ओके हाँ सॉरी इनके जो सूफी संत थे हाँ उनका टूम है, अंदर मजार है उनकी. ओ अंदर नहीं जा अंदर जाने अलाउ नहीं है. अलाउ नहीं है. ओके देखना हो देख लो, आगे देख लो. आए हो तब अलाई दरवाजा. ആരുടെ ഒരാളുടെ ടൂമ്പാന്നാണ് പറയുന്നത്. എനിക്കറിയാവുന്ന ഹിന്ദി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മനസ്സിലായത് അങ്ങനെയാണ്. ആരുടെ ഒരാളുടെ ഒരു ടൂമ്പാണ്. കാണിക്കത്തില്ല എന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പം നമ്മുടെ എന്തായാലും കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇതാണ് അലായി ദർവാസ. ഓക്കെ. ഓ
सूफी संत है ना, सूफी सूफी संत सूफी संत का टूम्ब। इस्लाम ओ ओके, हाँ ओके, टॉम में उनका काम उनका सूफी टूम्ब जो सेंट है, सूफी संत। जो सूफी संत होते हैं इस्लाम में, हाँ, हाँ, उनका टूम है। ओ ये तो अलाई दरवाजा बोलते हैं। अलाई दरवाजा इसको बोलते हैं। ये हाँ। साउथ गेट है। साउथ गेट। साउथ गेट। ओ अलाई मीन साउथ। हाँ, साउथ इसमें गेट। अंदर आ सकते हैं इसमें। ओ अंदर आ सकते हैं। ओके। अब इसमें देखिए ईस्ट ये वेस्ट का है, क्योंकि मक्का का डायरेक्शन वेस्टर्न साइड है। हाँ, ये हाँ। सऊदी अरबिया का है, ओके। क्योंकि जो इनका बॉडी का डायरेक्शन होता है, नॉर्थ को हेड करते हैं, साउथ को फेस करते हैं मक्का की तरफ, वेस्टर्न साइड। ये आरबी में उसी समय का लिखा हुआ है, 12th सेंचुरी। ഈസ്റ്റ് സൈഡ്, ആ ഈ സൈഡിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. ഓക്കെ, മുകളിലൊക്കെ ആ യെസ്, മിനാരമാണ്, മിനാരം. वेस्टर्न साइड सऊदी अरबिया। സൗദി അറേബ്യ എന്നുള്ള ആളാണ്. സൂഫിയുടെ ടൂമ്പാണ്. സൂഫി സന്ത, സൂഫി സന്ത്, The saint, ma'am. The സെയിൻറ്റ്. ആ Sufi ഓക്കെ, saint. സൂഫി സെയിൻ്റ് ആയിട്ടുള്ള സൂഫി സന്തിൻ്റെ ടൂമ്പാണ്. ആ ഓക്കെ. അവർ കുത്തബ് മിനാറിന് അങ്ങോട്ട് പോയി. ഇതിലേ പോയ കുത്തബ് മിനാറിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നതെന്ന് തോന്നുന്നു. ആ ഇത് അലായി ദർവാസയുടെ വേറൊരു സൈഡാണ്. അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്നുണ്ടല്ലോ. कैमरा ओपन करके पीछे निकाल देते हैं। ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. അദ്ദേഹം ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ട്, ലൈറ്റിൽ നല്ല രസമുണ്ട്. കണ്ടോ? आइए कब ഒരുപാട് ആസ്വദിക്കുക. ഇതാണ് അലായി ദർവാസ പറഞ്ഞത്. കണ്ടത് എന്ത് രസം നോക്കിയിട്ടൊക്കെ മിനാരങ്ങളുടെ മുകളിൽ ഉണ്ട് വലിയൊരു മിനാരത്തിൻ്റെ ഉൾവശമുണ്ടോ. അതൊക്കെ നല്ല രസമാണ്. ഈ കുത്തമ്മിനാറിൻ്റെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. आ जाइए मैम, इधर आइए। ഇത് അലായി ദർവാസയുടെ ഉള്ളിലുള്ള ജാലികൾ. ये देखो कैमरा लगाइए। ये कुतुब मीनार 72 मीटर 0.5, 72 मीटर 0.5। हाँ यस, पूरा हाइट इसको बनाया था कुतुबुद्दीन ऐबक, हाँ कुतुब फर्स्ट इस्लामिक, फ्रॉम अफगानिस्तान से आए थे। हाँ हाँ, तो ये इसके अंदर जो है एक ओपन मॉस्क है, हाँ. उसको दिखाएंगे। കൊച്ചിൻ്റെ കൊച്ചുമതി എന്ത് അവിടെ നോക്കുക, അവിടെ ഇരിക്കുക. അത് കുഴപ്പമില്ല. ഏതൊരു ഫോട്ടോ എടുക്കാമെന്ന്. ഇതൊരു ദർവാസ, അല്ല ദർവാസ അടിച്ചാൽ എങ്ങനെ ഈ കോറിഡോറിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ കുത്തബുദ്ദീൻ ഐബക്കാണ്, നമുക്കറിയാവുന്നല്ലോ കുത്തബുദ്ദീൻ ഐബക്കാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലെ കരിങ്കൽ നല്ല തൂണുകൾ കരക്കൂടെയുള്ള ഒരു നല്ലൊരു എന്താ ഇടനാഴി. അവിടുന്ന് ഇദ്ദേഹത്തിന് മോസ്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ. കുത്തബ് മിനാറിൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ആ ഒരു ഇവിടെയും കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ആ മോസ്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇവിടെയെല്ലാം നല്ല ഇടനാഴികളും മിനാരങ്ങളും ഏത് നിർമ്മിതിയൊക്കെയാണ്. പക്ഷെ അവിടെ എന്തൊക്കെ പൊളിഞ്ഞ പോലെയൊക്കെ ഉണ്ട് മുകളിലേക്ക്. പക്ഷെ അത് രസമുണ്ട്. അവിടെ ഒരു മോസ്ക് പോലെ എന്തോ ദൂരെ കാണാം. ഇതൊരു മോസ്കാണ്. आइए मैम, ये उधर में आयरन पिलर है। ഓ ഓ ഓക്കെ, ये 400 सेंचुरी का है। 400 सेंचुरी. चंद्रगुप्त मौर्य के समय का। ओके, और उसकी हाइट 7 मीटर है, 3 मीटर डाउन है, नीचे गड़ा हुआ और नीचे भी है. हाँ हाँ हाँ. चलिए कहा हमारा वीडियो में फोटो ना आए, आप चलते हैं। कुतुबुद्दीन ऐबक इसको बनाया था ओपन मॉस्क, ओपन मस्जिद। ये ओपन मॉस्क है, ओपन फॉर ऑल. कुतुबुद्दीन यस। हाँ हाँ. तो ये बीच आंगन में लगाया गया था आयरन पिलर, ओ हो. जिसको इसके बैक हैंड साइड से बैक से ऐसे टच करते हैं, ये टच हो जाता है लकी मैन, जिसका टच नहीं अनलकी हो जाता है। आ जाओ पिक्चर में। ओके.
ഓപ്പൺ മോസ്ക് ഉണ്ടാക്കി. അതിനവിടെ ഉള്ളൊരു അയൺ പില്ലറാണെന്ന് പറഞ്ഞ് 400 മീറ്റർ മുകളിലേക്കും 300 മീറ്റർ താഴേക്ക് ഭൂമിക്കടിയിലേക്കും അതിന് നീളമുണ്ട് പോലും. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്തെന്താണ് कैसे टच നിർമ്മിച്ചത്. करने से लकी मैन बताया? ये इसको बैक हैंड करेंगे, इसको बीच में लेंगे, अगर टच हो गया बीच में इसको मालूम रखिए। अच्छा मतलब इसको ऐसे पीछे से पूरा गोल करके जैसे खोल करके अगर नहीं टच हुआ लकी हुआ ऐसे। इसमें संस्कृत लैंग्वेज में लिखा ഓ है ഓക്കെ 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 ഒറിജിനൽ സംസ്കൃത് ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇതിലെന്തോ ബാക്കിൽ നമ്മൾ കൈ വെച്ച് ഇതിനെ പിടിക്കാൻ പറ്റിയാൽ അൺലക്കിയാണ് പോലും, പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അൺലക്കി, അങ്ങനെ എന്തോ ആണ് ഇതിൽ പറയുന്നത്. दीवे मैम एक पिक्चर निकालते हैं कैमरा के। ഓക്കെ, അന്ന് പണിത മോസ്ക് ആയിരുന്നു അന്നത്തെ. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഇടനാഴികൾ എന്ത് രസമായിരുന്നു. കരിങ്കല്ലും കൊണ്ട് ഇങ്ങനെ അകത്ത് ലൈറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ചുറ്റി ഇടനാഴിയാണ്. എല്ലാം 4 സൈഡിലും. ആ സൈഡ് നമ്മൾ വന്ന സൈഡ് കണ്ടോ, ഇടനാഴികളും കെട്ടിടങ്ങളും ഭയങ്കര അടിപൊളിയാട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുത്തബ് മിനാർ എന്നുള്ള ഈ ഒരു നിർമ്മിതി പോലെ അത് മാത്രമല്ല, ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു വാതിൽ ദർവാസ സൂപ്പർ നിർമ്മിതിയാണ്. ചെരുപ്പ് പൊട്ടിയോണ്ട് പ്രയാഗ് അവിടെ ഇരിക്കുകയാണ്. പ്രയാഗ് ഇത്ര നടന്നു വന്നില്ല. നമുക്ക് കാണാൻ അവരവിടെ ഇരുന്ന്, അതെ അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അതെ, അലോഡ് അല്ലാത്ത സ്ഥലത്ത് പോലും നമ്മളെ കയറ്റി എല്ലാം കാണിച്ച് ടോമ്പൊക്കെ കാണിച്ച് അടുത്ത ഫോട്ടോയും വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചു. ഇതും അതെ, ഇത് എന്തോ ഒരു ടൂമ്പാട്ടോ ഇതും കണ്ടോ, ഇത് ടൂമ്പല്ലാതെ ഇതും അതെ. ഇതൊക്കെ ആരെയൊക്കെ അടക്കം ചെയ്ത സ്ഥലങ്ങളാണ്. എൻ്റെ ഹിസ്റ്ററി പരിജ്ഞാനം കുറവായതുകൊണ്ട് ഇത് ആരുടെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നു. മുകളിലൊക്കെ ഒരു മിനാരം പോലെയൊക്കെ ഉണ്ട്. അങ്കിള് പോയി, അങ്കിൾ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോയി. നമുക്കെല്ലാം പറഞ്ഞു തന്നിട്ട് അത് അവിടെ അത് പറഞ്ഞില്ലേ, ഒരു ഓപ്പൺ മോസ്കായിട്ട് പണിതാണ്. അപ്പോൾ ആ മോസ്കിൻ്റെ തന്നെ ഭാഗമാണ് അവിടെയുള്ളത്. എക്സ്റ്റൻഷൻ ഇതാ ആ ഒരു മിനാരം പോലെ കാണുന്നു. അവിടെ മോസ്കിൻ്റെയൊക്കെ ഭാഗമാണ്. അവിടേക്ക് ആരെയും നടത്തുന്നില്ലല്ലോ, ഇവിടെ വരെ ഉള്ളു. അവിടേക്ക് കടത്തി വിടുന്നുണ്ടോ? അല്ല, ഈ ഏരിയയാണ്, അങ്ങോട്ട് കടത്തി വിടുന്നില്ല തോന്നുന്നു. ഉണ്ടോ? പോയി നോക്കാം. അങ്ങോട്ട് പോകാൻ കടത്തി വിടത്തില്ല, സമയം കഴിഞ്ഞു. ഇതെന്തോ ഒരു മോസ്കോ അങ്ങനെ എന്തോ സാധനമാണ്. നാളെ 6 മണിയോ അങ്ങനെ കണ്ടേ പറ്റുള്ളൂ. ഇനി ഇന്നെങ്കിലും വേണ്ട, അപ്പോൾ ബാക്കിയെല്ലാം കണ്ടല്ലോ. ഇതെല്ലാം നല്ല സ്ഥലം, അടിപൊളി. ഇതെല്ലാം ഇങ്ങനെ കുത്തബ് മിനാർ, ഇങ്ങനെ എല്ലാ വാതിലിൻ്റെ ഇടയ്ക്കൂടെയും കുത്തബ് മിനാർ ഇങ്ങനെ കാണാം. വാ, അടിപൊളി. കുറച്ചുകൂടി നേരത്തെ കയറിയെന്നേ വിട്ടാനല്ലേ, അപ്പോൾ അവിടെ ആളുണ്ടായിരുന്നു. ആ, സമയം കഴിഞ്ഞു. സാരമില്ല, അത് കുഴപ്പമില്ല. ഇതുപോലെ തന്നെ ഒരു മോസ്ക് പോലെ തന്നെ അവിടെ. അത്ര നമ്മളിപ്പോൾ ഈ കണ്ട കയറ്റി വിടാത്ത സ്ഥലം പോലും നമ്മൾ കണ്ടില്ലേ. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ല, ചിലപ്പോൾ തലവ് തീരും. കല്ലൊന്നും ഈവനായിട്ടൊന്നും അല്ല. ഇവിടെ എന്തോ പൊളിഞ്ഞു പോയ പോലെയൊക്കെയാണെന്ന് തോന്നുന്നു മുകളിൽ. പക്ഷെ നല്ല രസമാണ്. ഇതിൻ്റെ ഒരു നിർമ്മിതിയൊക്കെ അടിപൊളിയാണ്. എന്തൊക്കെയോ ടൈപ്പ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കല്ലൊക്കെ ഏതൊക്കെയാണെന്തോ. മുഗൾ രാജവംശത്തിൻ്റെ ഭാഗത്ത് അന്നത്തെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ ഭയങ്കര സൂപ്പർ. എല്ലാം കാർവ് ചെയ്തേക്കുന്ന പോലെ ഉണ്ട്. കല്ല്, മണ്ണുകൊണ്ടുണ്ടാക്കിയ കല്ലാണ്. ഇതൊക്കെ ചെങ്കല്ല്. ഇതും അതുപോലെ തന്നെ ഒരു നിർമ്മിതിയാണ്. ഒരു ദർവാസയുടെ അടുത്തായിട്ടുള്ള വേറൊരു ദർവാസ ഇത് ഇങ്ങനെ. പക്ഷെ അതിൻ്റെ മുകൾ ഭാഗം ഇടിഞ്ഞ് പൊട്ടിപ്പോയ പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ഒരു ദർവാസയാണ്. പക്ഷേ ഇതിൻ്റെ കണ്ടോ, ഇത് ജോയിൻ്റ് ആകുന്നില്ല. ആ ഭാഗം ഇടിഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ട്. അവിടെയെല്ലാം ദർവാസയുടെ പുറകുവശത്തും എല്ലാം മൊത്തം ഒരു ഓപ്പൺ മോസ്ക് കൺസെപ്റ്റ്. എന്ത് വിഷ്ണുദേശ് ആയിരുന്നു അല്ലേ പണ്ടുള്ള ചക്രവർത്തിമാരും ഭരണാധികാരികളൊക്കെ. ഇന്ന് ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ് എപ്പോഴും.
സോ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇനിയിപ്പോൾ അധികം കാഴ്ചകളൊന്നുമില്ല. പല സ്ഥലങ്ങളും അടച്ചു, രാത്രിയായില്ലേ, പല അടച്ചു. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ ആഗ്ര പോവും താജ്മഹലൊക്കെ കാണാൻ. പിന്നെ വീണ്ടും തിരിച്ച് ഡൽഹി വരും. ഒരാഴ്ച ഡൽഹിയിലുണ്ട്. അപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങൾ ഇനിയും പല അടുത്ത വീഡിയോകളിലായിട്ട് കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് പറയടാ, ബൈ. ബൈ. എത്ര ഉള്ളു വൈൻഡപ്പ്? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.